ദിൽറുബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് പിസയും കൊണ്ടാണ്. കുറച്ച് ചീസൊക്കെ നല്ല ചീസ് ലോഡഡ് പിസയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ മൈദ ഒന്ന് പൊങ്ങാൻ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊന്താൻ വെക്കണം. അപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ പകുതിയോളാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മൈദ റെഡിയാക്കാം. അപ്പോൾ 1 കപ്പാണ് മൈദ വേണ്ടത്. അപ്പോൾ മൈദയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഈസ്റ്റ് ഒന്ന് പൊന്തി വരുമ്പോൾ അത് ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനത് കുഴച്ചെടുക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പനും ഉമ്മ അത് ഇതിൽ കുഴച്ച് പോയി. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഒരു ബോളാക്കി വെക്കുക. ഇനി നമ്മളിതൊരു 2-2.5 മണിക്കൂറോളം ഇതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഇതുമ്മ ഒന്ന് തേച്ച് വെക്കുക, അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതുമ്മേ ആക്കി വെക്കൽ. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ നനഞ്ഞൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് 2-2.5 മണിക്കൂറോളം മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അപ്പോഴേ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മസാല വെച്ചെടുക്കാം. അപ്പോൾ അധികം എല്ലൊന്നും ഇല്ലാത്ത പീസ് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മുളക്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് അത്യാവശ്യം മുളക് ഇട്ടോളൂ, മുളക് പൊടി. അപ്പോൾ അതൊക്കെ ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ ഒരു 20 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതാ 2.5 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ ഇതാ നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ആ ഒരു എയറൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ആ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ബട്ടർ പേപ്പറും ഓയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം നമുക്ക് ശരിക്കും പോലെ കിട്ടൂല. അപ്പോൾ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ടിന്നിൽ നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഒരു പിസൻ്റെ ആ ഒരു ഷേപ്പിൽ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ട്രേയിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂറും കൂടെ നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1 മണിക്കൂറും കൂടെ ഇതൊന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞൊന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം എടുത്തതാണ്.
ലാസ്റ്റായിട്ട് പിന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് എത്രയും ചേർക്കണോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ക്യാപ്സിക്കം അല്ലെങ്കിൽ നമ്മുടെ തക്കാളിനെ അതിൻ്റെ ഉൾഭാഗം കളഞ്ഞും പുറത്ത് തൊലി മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്ത് വേണേലും വെച്ച് കൊടുക്കുക. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ, അതുപോലെ ഒലീവ്സൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ക്യാപ്സിക്കം പിന്നെ നമ്മുടെ തക്കാളിയുടെ പുറം ഭാഗം അതാണ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതൊരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്യണം. അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലത്തെ മൊസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാവും. അപ്പോൾ മെൽറ്റ് ആകുമ്പോഴാണ് അത് ബേക്കായി ശരിക്കും കുക്കായിട്ടുണ്ട് എന്നറിയാം. ഇപ്പോൾ ഒരു 35 മിനിറ്റോളാണ് ഞങ്ങൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാണാമല്ലോ മൊസറല്ല ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് പാനിൽ നിന്ന് എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി. അപ്പോൾ നമുക്ക് ഈസി അല്ലേ തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ പിസ്സ ഒന്നും അധികം ആരും ഒന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കാണുമ്പോൾ ട്രൈ ചെയ്യണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് പിസ്സ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.